നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അത്ലറ്റിക്കോ പാരഡൈസുമായിട്ട് ഇന്ന് സാൻഡോസ് കളിച്ച് തോറ്റ ഗ്രൗണ്ട് ഉണ്ടല്ലോ, 2-1 സാൻഡോസ് തോറ്റ ഗ്രൗണ്ട്, അറീന ഡ ബൈക്സാഡ കോർട്ടിബയിൽ ആ ഗ്രൗണ്ടിൻ്റെ അവസ്ഥകൾ കണ്ടോ? ഇതൊക്കെയാണോ ബ്രസീലിലെ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ അവസ്ഥ എന്നുള്ള ചോദ്യമാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്, പൊട്ടിപ്പൊളിഞ്ഞ ആർട്ടിഫിഷ്യൽ ഗ്രാസ്. നെയ്മർ അവിടെ കളിക്കാൻ പറ്റില്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. സിന്തറ്റിക് പിച്ചുകളിൽ കളിക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം നേരത്തെയും പറഞ്ഞാണ്. അദ്ദേഹം വീണ്ടും അത് വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ്. ഗ്ലോബ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇമ്മീഡിയറ്റ്ലി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്നാണ്. ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വേണ്ട വിധത്തിൽ പരിപാലിക്കപ്പെടുന്നുമില്ല. ഇനി പരിപാലിച്ചാൽ തന്നെ അതിൽ കളിക്കുമ്പോൾ താരങ്ങൾക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശക്തമായ ഭാഷയിൽ വീണ്ടും നെയ്മർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു ആരാധകൻ്റെ ചോദ്യത്തിനൊപ്പം മടങ്ങി വരും, ഈ കളിക്കെന്താ കളിക്കാത്തത് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞ കാര്യമാണിപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിലുള്ള പിച്ചുകളിൽ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുക, കളിക്കുക എന്നുള്ളതൊക്കെ ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. കളിക്കാനേ പറ്റാത്ത സ്ഥലമാണ്. കാരണം പ്രത്യേകിച്ച് ഇഞ്ചുറിയിൽ നിന്ന് മടങ്ങി വരുന്ന ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഡബിൾഡാണ്. പരിക്ക് മാറി വരുന്ന ഒരാൾക്ക് ഇത്തരം ഗ്രൗണ്ടിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ഇരട്ടിയാണ്. എൻ്റെ കാര്യം മാത്രമല്ല, ഇത്തരം പിച്ചുകളിൽ ബോൾ തീർത്തും വ്യത്യസ്തമായ രൂപത്തിലാണ് പെരുമാറുക. സോ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കൂടുതലായിട്ട് ജോയിൻസൊക്കെ സഫർ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷവും ഉണ്ടാവും. ഫുട്ബോൾ കളിക്കേണ്ടത് നേച്ചുറൽ ഗ്രാസിലാണ് എന്ന് തന്നെ ഇപ്പോൾ ശക്തമായ ഭാഷയിൽ നെയ്മർ ജൂനിയർ പ്രതികരിച്ചിരിക്കുകയാണ്. ഏതായാലും ഇതിനൊക്കെ എന്തുകൊണ്ടാണ് ബ്രസീൽ പോലുള്ളൊരു രാജ്യത്ത്, ഫുട്ബോളിന് വലിയ വേരാട്ടമുള്ളൊരു രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാവാത്തത് എന്നുള്ളത് ആരാധകർ അത്ഭുതത്തോടു കൂടിയിട്ട് നോക്കിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് പഴയ പോലെയല്ല, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒഴുകി വരുന്നു എന്നാണ് കണക്കുകളൊക്കെ കാണിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ക്ലബ്ബുകൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യം വരുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.